ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്നും ഞങ്ങളുടെ വീട്, പരിസരം, ഞങ്ങളുടെ യാത്ര ഇതൊക്കെയാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇന്നൊരു കുഞ്ഞ് ടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു ട്രിക്കുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കുഞ്ഞു മക്കളുടെ അക്ഷരമൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് എഴുതാനായിട്ട് ഇവിടുത്തെ രണ്ട് മക്കൾക്ക് ഞാൻ ചെയ്ത് നോക്കിയൊരു ട്രിക്ക് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, ആർക്കെങ്കിലും ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ടിപ്പാട്ടോ. കുഞ്ഞുമക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവിടുത്തെ മക്കളുടെ അക്ഷരവും നോട്ട്ബുക്കും ഒന്ന് കാണിച്ചു തരാം. അവരത് ട്രൈ ചെയ്തിട്ട് അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി ഷോർട്സും വീഡിയോസും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ മക്കളുടെ അക്ഷരങ്ങളാണ്. ആദ്യം നമുക്ക് മോങ്കൂട്ടൻ്റെ ഒരു ഡയറി കാണാവേ. ആദ്യത്തെ പേജ് കാണിച്ചു തരാം. ഇതൊക്കെ ആദ്യത്തെ പേജുകളാട്ടോ. ഇത് അടുത്തിരുന്ന് തെറ്റുമ്പോഴത്തേക്കും എറേസർ കൊണ്ട് തുടച്ചിട്ട് നമ്മൾ പിടിച്ചിരുത്തി എഴുതിക്കുന്ന കേട്ടോ. പക്ഷെ അതിനുശേഷം തന്നെ എഴുതുന്ന അക്ഷരങ്ങൾ നോക്കിക്കോണം. എല്ലാം ഭയങ്കര അലമ്പായിരുന്നു. വാക്കുകൾ തമ്മിൽ അക്ഷരങ്ങൾ തമ്മിലും നല്ല വ്യത്യാസത്തിൽ അകത്തി ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കുറേ അക്ഷരത്തെറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന ട്രിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ മാറ്റം ഉണ്ടായി. എപ്പോഴും എഴുതുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല, വീട്ടിൽ ഇരുത്തി നമ്മൾ എഴുതിക്കുമ്പം അരമണിക്കൂർ അങ്ങനെ എഴുതിക്കുമ്പോഴത്തേക്കും പെൻസിലും കൈയും തമ്മിൽ കുഞ്ഞുങ്ങൾക്കൊരു ഒരു വഴക്കമാകുമ്പോഴത്തേക്കും താനെ അക്ഷരം റെഡിയാകും. ഇത് മൂത്ത മോഡയാണേ. മോഡ നോട്ട്ബുക്ക് കേട്ടോ. മോഡ അക്ഷരം കുഞ്ഞുനാൾ മുതലേ നല്ല അക്ഷരമായിരുന്നു കേട്ടോ. അതിനെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അക്ഷരം പഠിച്ച് 3 വയസ്സിൽ അക്ഷരം എഴുതി കഴിഞ്ഞിട്ട് അംഗനവാടിയിലൊക്കെ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായിട്ടൊരു ടിപ്പ് പറയുകയാണെങ്കിൽ, സ്ലേറ്റിലായിരിക്കുമല്ലോ അവർ എഴുതി തുടങ്ങുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ എഴുതിക്കുമ്പം നിലത്ത് പണ്ട് ആശാൻ കളരിയിലൊക്കെ കാണുന്ന പോലെ മണ്ണിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഹരിശ്രീ എഴുതിക്കുവാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നല്ല അക്ഷരങ്ങൾ കിട്ടും. കുഞ്ഞുനാളിൽ ഇതുപോലെ ഒരു ആശാൻ പറഞ്ഞ കേട്ടോ മോളെ അങ്ങനെ എഴുതിക്കുന്ന. ഞാനപ്പോൾ മാക്സിമം സ്ലേറ്റ് ഉപയോഗിക്കത്തില്ലായിരുന്നു. മോളെ അക്ഷരം എഴുതിക്കുമ്പോഴത്തേക്കും നിലത്ത് മണ്ണിൽ തിണ്ണയിൽ മണ്ണ് വാരി ഇട്ടിട്ട് വിരലുകൾ ഉപയോഗിച്ച് അക്ഷരം പിടിച്ചെഴുതിക്കുമായിരുന്നു. പക്ഷെ മോൾക്ക് അതിൻ്റെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അക്ഷരമായിരുന്നു കുഞ്ഞുനാൾ മുതലേ. പക്ഷെ മോനെ എനിക്ക് അങ്ങനൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഇടയ്ക്ക്, അതായത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അവൻ്റെ അക്ഷരം നേരെ ആക്കണം. കുറേ നാളൊക്കെ അക്ഷരം നേരെയായിട്ട് വരുമെന്ന് കരുതി. പക്ഷെ മാറ്റം ഇല്ലെന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചത്. അപ്പം ഇനി ട്രിക്ക് എന്താണെന്ന് പറയാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പെൻസില്, ഒരു റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിലും നൈസായിട്ടുള്ള പെൺകുട്ടികളുടെയൊക്കെ മുടിയിലിടുന്ന ബുഷ് ഉണ്ടല്ലോ, കനം കുറഞ്ഞ ബുഷാണെങ്കിലും മതി. അപ്പം ഇന്ന് നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഒരു റബ്ബർ ബാൻഡോ ബുഷോ എടുത്തിട്ട് ഈ പെൻസിലും പേനയൊക്കെ പിടിക്കുന്ന 2 വിരലിൻ്റെ ഇടയ്ക്കൂടെ ഇട്ടിട്ട് പെൻസിൽ ഇത് ഇങ്ങനെ അങ്ങ് കയറ്റി വെക്കുക. അപ്പം പെൻസിലും വിരലും തമ്മിലൊരു മുറുക്കം വരും. എന്നിട്ട് നമുക്കൊന്ന് ഇവൻ എഴുതുന്ന നോക്കാം. എഴുതുന്നതൊന്ന് നോക്കാവേ. മോങ്കുണ്ട ചിലപ്പോൾ അക്ഷരം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഇപ്പം അവൻ എഴുതി നല്ല അക്ഷരമാണ്. ഇത് നമ്മുടെ മൗലിമോട ഇംഗ്ലീഷ് നോട്ടാണ് കേട്ടോ. പക്ഷേ അവൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് എഴുതുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, അക്ഷരം കാണുമ്പോൾ അക്ഷരം തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും. അവിടെ ഇംഗ്ലീഷ് അക്ഷരം ഇത്രയും പെർഫെക്റ്റ് അല്ലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ എഴുതി കാണുമ്പോൾ നല്ല രസമില്ലേ? അവൾ അങ്ങനെ ഉപയോഗിച്ചാട്ടോ ചെയ്യുന്നത്. എപ്പോഴും എഴുതുമ്പോഴല്ല, വീട്ടിൽ എഴുതുമ്പോൾ അരമണിക്കൂറെങ്കിലും ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൈ വേദനിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ, കനം കുറഞ്ഞ ബുഷ് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇതേപോലെ യൂസ് ചെയ്തിട്ട് പെൻസിൽ കൊണ്ട് എഴുതിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ അക്ഷരം നല്ല നീറ്റായിരിക്കും. കുറച്ച് എഴുതി തുടങ്ങുമ്പോഴേ വൃത്തിയായിട്ട് കാണുമ്പോൾ മക്കൾ പിന്നെ അങ്ങ് എഴുതിക്കോളും കേട്ടോ. ഞാൻ ഈ ട്രിക്ക് ഇവിടെ 2 പേർക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അക്ഷരം ഒന്ന് കണ്ടു നോക്കണേ എങ്ങനെ ഉണ്ടെന്നേ. അവിടെ മുന്നിലത്തെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിൻ്റെ അക്ഷരം കേട്ടോ, ഇംഗ്ലീഷ് നോട്ടാണ് ഇത്. കണ്ടോ, ആ അക്ഷരവും അവൾ ഇപ്പം അത് ഉപയോഗിച്ച് എഴുതുമ്പോൾ അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ ഒന്നും കൂടെ അടുത്ത് കാണിക്കാവേ. അതും വരയിടാത്ത ബുക്കിൽ ഇത്രയും നേരെ എഴുതാൻ പറ്റുന്നുണ്ട് അങ്ങനെ എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം.
റബ്ബർ ബാൻഡ് ഈ 2 വിരലുകളുടെ ഇടയിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് പെൻസിലാണെങ്കിലും പേനയാണെങ്കിലും ഇതേപോലെ കയറ്റി ഇങ്ങനെ ഒന്ന് കറക്കി എടുത്ത് നീട്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കണ്ട ഇതേപോലെ ഇരിക്കും. അപ്പം പെൻസിലാണെങ്കിലും പേനയാണെങ്കിലും വിരലിൽ നിന്ന് തെന്നിപ്പോകത്തില്ല. അതിനുശേഷം നമ്മൾ എഴുതുമ്പോഴത്തേക്കും നല്ല മുറുക്കി പിടിച്ച് നല്ല അക്ഷരത്തിൽ നമ്മുടെ മക്കൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്നെപ്പോലെയുള്ള എല്ലാ അമ്മമാർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്കും സബും കമൻറ്റും തന്നേക്കണേ.